SDPI എന്ന് പറയുന്നത് നിരോധിത ഭീകര സംഘടനയായ തീവ്ര മുസ്ലിം സംഘടനയായ PFIയുടെ പൊളിറ്റിക്കൽ ആമാണ്. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ടതില്ല. കാരണം 2009 പൊളിറ്റിക്കൽ അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നാഷണൽ കോൺഫറൻസിലാണ് SDPI എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ആം അവർ രൂപീകരിക്കുന്നത്. അപ്പോൾ SDPIയും PFIയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന രീതിയിലല്ല നമ്മൾ കാണേണ്ടത്. നിരോധിത ഭീകര സംഘടനയായ 2022 സെപ്റ്റംബർ 28 നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ആമായ SDPI ആണ് UDFന് കോൺഗ്രസിന് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ വോട്ട് തള്ളണോ, SDPIയുടെ വോട്ട് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മതി. ഒരു ക്ലിയർ നോ പറയാൻ ഇത്രയും ആലോചിച്ചത് തന്നെ തെറ്റാണ്. അതുകൊണ്ട് തന്നെ SDPIയുടെ വോട്ട് തള്ളാനല്ല, കൊള്ളാൻ തന്നെയാണ് കോൺഗ്രസിലെ ചില സ്ഥാനാർത്ഥികളുടെയെങ്കിലും പദ്ധതി എന്നുള്ളത് അവരുടെ പ്രതികരണങ്ങളിൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് കൃത്യമായി SDPIയോട് എടുക്കേണ്ട പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണ് എന്ന് വളരെ കൃത്യമായി നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരുന്നത് VD സതീശൻ പറയുന്നു UDF ചർച്ച ചെയ്തിട്ടില്ല, പിന്തുണ ആവശ്യമില്ല എന്നുള്ളതാണ്. UDF ചർച്ച ചെയ്യുന്നതോ അല്ലെങ്കിൽ കോൺഗ്രസ് ചർച്ച ചെയ്യുന്നതോ അല്ല, ഒരു സംഘടന ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ടുള്ള തീയതി, അതിന്റെ സമയം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ SDPI ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരിടത്തും മത്സരിക്കുന്നില്ല. അവരുടെ പിന്തുണ കോൺഗ്രസിനാണ് എന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഞങ്ങൾ പിന്തുണ പിൻവലിക്കുന്നു എന്ന് SDPI പറഞ്ഞിട്ടില്ല. സോ ആസ് ഓഫ് നൗ SDPIയുടെ പിന്തുണ, ഒരു പാർട്ടി അതിന്റെ അനുയായികൾ അവർ വോട്ട് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിനും UDFനുമാണ്. അതാണ് ഇപ്പോഴത്തെ ഫാക്ട്. ഇതിൽ ഇപ്പോൾ നേരത്തെ ഉണ്ണിസാറൊക്കെ സൂചിപ്പിച്ചല്ലോ, ഞാൻ അർണബ് ഗോസ്വാമിയെയോ അങ്ങനെയുള്ള മറ്റൊരു അവതാരകന്റെ അഭിമുഖത്തെയോ ഒന്നും ഞാൻ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ വാദം പറയാം. അതായത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് എന്ന് പറയുന്ന മണ്ഡലം, അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ് ഉള്ളത് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് പരസ്യമായി പിന്തുണ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നത് SDPI ആണ്. അപ്പോൾ SDPI എന്ന് പറയുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, അതിൽ എത്രത്തോളം സോഷ്യലിസവും ഡെമോക്രസിയും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെയൊരു PFIയുടെ ഒരു പൊളിറ്റിക്കൽ ആമായിരിക്കുമ്പോൾ അതിൽ ആർക്കും അധികമൊന്നും ആലോചിച്ച് പോകേണ്ടതില്ല. എന്താണോ, എവിടെ നിന്നാണോ ഒരു പാർട്ടി ബോൺ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ജനിച്ചിരിക്കുന്നത്, ആ ഉറവിടത്തിൻ്റെതായ എല്ലാ ക്വാളിറ്റിയും SDPI എന്ന് പറയുന്ന സംഘടനയ്ക്കുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഘടനയുടെ വോട്ട് എന്ന് പറയുന്നത് അത് വയനാട്ടിൽ ഇല്ല എന്നൊന്നും പറയാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിൽ 2009 ഓഗസ്റ്റ് മുതൽ ഈ SDPI എന്ന് പറയുന്ന സംഘടന ആക്റ്റീവാണ്. അത് സ്റ്റിൽ ആക്റ്റീവാണ്. അതിൻ്റെ ലോക്കൽ ബോഡീസിലെ പ്രസൻസ് അടക്കം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ലോക്കൽ ബോഡി ഇലക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ SDPIയുടെ ടാലി എന്ന് പറയുന്നത് 102 ആണ്. 75 പഞ്ചായത്ത് വാർഡുകളിൽ, 18 മുനിസിപ്പൽ വാർഡുകളിൽ, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലും ഒരു കോർപ്പറേഷൻ ഡിവിഷനിലും SDPIക്ക് പ്രസൻസ് ഉണ്ട്. സോ മോർ ദാൻ 100 സീറ്റ്സ് എന്ന് പറയുന്നത് SDPIയുടെ ഈ ഒരു പ്രോസസ്സിനകത്തെ നമ്മുടെ സിവിക് ബോഡീസിലെ പ്രസൻസ് ആണ്. അങ്ങനെ പ്രസൻസ് ഉള്ള SDPI അവർക്ക് ഇപ്പോഴുള്ള വോട്ട് വിഹിതം എത്രയാണോ, ഒരു വോട്ടെങ്കിലും ആയിക്കോട്ടെ, ആ വോട്ട് അവർ ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കാണ് എന്ന് പറയുമ്പോൾ നിരോധിത ഭീകര സംഘടനയുടെ പൊളിറ്റിക്കൽ ആമിന്റെ വോട്ടാണ് കോൺഗ്രസിലേക്ക് ചെല്ലാൻ പോകുന്നത്. രഹസ്യധാരണ വഴിയുള്ള അന്തർധാരയെക്കുറിച്ചൊന്നുമല്ല ഇത് പറയുന്നത്. ഇത് പരസ്യമായ പിന്തുണയെക്കുറിച്ചാണ്. ആ പരസ്യ പിന്തുണ കൊടുക്കുന്നത് CPIMനല്ല, കോൺഗ്രസിനാണ് SDPI അത് പ്രഖ്യാപിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് V ശിവൻകുട്ടിക്കാണ് തങ്ങൾ വോട്ട് ചെയ്തതെന്ന് SDPI വ്യക്തമാക്കിയതാണ് എന്നുള്ള വാദമൊന്നും ഇവിടെ നിലനിൽക്കില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ SDPI മത്സരിക്കുന്നില്ല. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും എവിടെയൊക്കെ SDPIക്ക് വോട്ടുണ്ടോ അതെല്ലാം കൊടുക്കാൻ പോകുന്നത് കോൺഗ്രസിനാണ്. അല്ലെങ്കിൽ അവർ തന്നെ പറയണം ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന്. ഈ നിലവിൽ ഈ മിനിറ്റ് വരെയുള്ള, ഈ നിമിഷം വരെയുള്ള കണക്കനുസരിച്ച്, ഫാക്ട് അനുസരിച്ച് SDPIയുടെ പിന്തുണ എന്ന് പറയുന്നത് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പ്രഖ്യാപിച്ചത് തിങ്കളാഴ്ചയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് വ്യാഴാഴ്ചയാണ്. ഏപ്രിൽ മാസം 4-ാം തീയതിയാണ്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 38 ഈ നിമിഷം വരെ SDPI എന്ന തീവ്രവാദ സംഘടനയുടെ പൊളിറ്റിക്കൽ ആമിന്റെ വോട്ട് കോൺഗ്രസിനാണ് എന്നുള്ളതാണ് ഫാക്ട്. ഇനി 2019 ഇവർ ഇത്ര വലിയ സംഭവമാണോ എന്നുള്ളത് കൂടി നോക്കാം. 2019 10 സീറ്റിൽ SDPI ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിച്ചതാണ്. ആ 10 സീറ്റിലും കൂടി കേരളം അത്രയൊന്നും SDPI ഉൾക്കൊള്ളാനൊന്നും തയ്യാറായിട്ടൊന്നുമില്ല. കോൺഗ്രസ് വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ K മുരളീധരൻ കരുതുന്നത് പോലെ തൃശ്ശൂരിൽ അങ്ങ് K മുരളീധരനെ ജയിപ്പിക്കാനും മാത്രം വോട്ടൊന്നും SDPIക്കില്ല. SDPIക്ക് 2019 10 സീറ്റിൽ മത്സരിച്ചപ്പോൾ ആകെ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 80,111 അതായത് ടോട്ടൽ വോട്ട് ഷെയറിന്റെ, എൻറ്റയർ വോട്ട് ഷെയറിന്റെ 0.4% മാത്രമാണ് 2019 SDPIക്ക് കിട്ടിയത്. പിന്നെ കർണാടകയിലെ രാമനഗരയിലെ അമിത്ഷായുടെ റോഡ് ഷോയെ കുറിച്ച്, ഈ വിഷയം ഉയർത്തിയതിനെ കുറിച്ച്, ഈ വിഷയം പിന്നെ പറയണ്ടേ, പറയാതെയാണോ വിടേണ്ടത്? രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ വിഷയം ഉയരുമ്പോൾ അത് പറയും. കോൺഗ്രസിനെ SDPI പിന്തുണയ്ക്കുന്നത് കർണാടകത്തിലെ ആളുകൾ, കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കർണാടകത്തിലെ ആളുകൾ എങ്ങനെ സുരക്ഷിതരായിരിക്കുമെന്ന ചോദ്യമാണ്. കാരണം ഒരു തീവ്രവാദ സംഘടനയുടെ പൊളിറ്റിക്കൽ ആമിന്റെ പിന്തുണ കോൺഗ്രസ് പോലെ ഒരു ദേശീയ പാർട്ടിക്ക് ലഭിക്കുകയാണ്. അതിനെ അപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ ആളുകൾ എത്രത്തോളം സുരക്ഷിതരായിരിക്കുമെന്നുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് റെലവന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ക്വസ്റ്റ്യൻ ആണ് അവിടെ അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി ഉന്നയിച്ചത്. SDPIക്ക് നിരോധനമില്ല എന്ന ഒരു വാദം ഉയർത്തുന്നുണ്ടാകും. നമുക്കറിയാമല്ലോ ഈ നിരോധനം വരുമ്പോഴൊക്കെ എങ്ങനെയാണ്. ആദ്യം സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന സിമി നിരോധിച്ചപ്പോൾ അത് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന NDF ആകുന്നു. പിന്നീട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആകുന്നു. 2022 സെപ്റ്റംബർ
28 ആകുമ്പോൾ ആ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചെങ്കിലും SDPI എന്ന പൊളിറ്റിക്കൽ ആമിന് നിരോധനമില്ല. അതിലെ ഫ്രിഞ്ച് എലമെന്റ്സ് എല്ലാം ഇതിനകത്തൊക്കെ തന്നെ ഉൾപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. അല്ലാതെ മറ്റേതെങ്കിലും പോഷക സംഘടനയായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സേവന സംഘടനയായോ അങ്ങനെയുള്ള സംഘടനയായിട്ടൊന്നുമല്ല SDPI അടക്കമുള്ള സംഘടനകളിലേക്ക് ഈ നിരോധിച്ച സംഘടനയുടെ പൊളിറ്റിക്കൽ ആമിലേക്ക് ആളുകൾ എത്തിയിരിക്കുന്നത്. പിന്നെ SDPI പിന്തുണച്ചത് എന്തിനെയാണ്? കടയെയാണ്. അങ്ങനെയല്ലേ പറയുന്നത് കോൺഗ്രസ് തുറന്നു വെച്ച സ്നേഹക്കടയിലേക്ക് SDPI കയറി വന്ന് ഇരിക്കുകയാണ്. ഇതാ ഞങ്ങളുടെ സാധനങ്ങൾ, ഒരു ചാക്ക് നിറയെ വോട്ടുണ്ട്, സ്നേഹക്കടയിൽ ഇതുകൂടി വെച്ചോളൂ, എന്നിട്ട് നിങ്ങൾ ഇന്ത്യ മുന്നണിയെ വിജയിപ്പിച്ചോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ സ്നേഹക്കടയിൽ വെച്ച് ആ ചാക്കെടുത്ത് പുറത്തിടാൻ ഇത്രയും താമസം എന്താ? ഇത്രയും ആലോചിക്കാൻ എന്താ? കൊണ്ടുവച്ചത് വിദ്വേഷത്തിന്റെയാണ്, അല്ലെങ്കിൽ കൊണ്ടുവച്ചത് വർഗീയതയുടെയാണ് എന്ന് മനസ്സിലാക്കിയാൽ ആ ചാക്കെടുത്ത് പുറത്തിടണമായിരുന്നു. എന്തുകൊണ്ടത് ചെയ്തില്ല? അപ്പോൾ അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ആരുടെ ആയാലും വോട്ട് വേണം എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഉറപ്പാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു വോട്ട് ബേസ് എന്ന് പറയുന്നത് മുസ്ലിം വോട്ടുകളാണല്ലോ. അത് ഇക്കുറി CPIയിലേക്ക് പോകാനുള്ള എല്ലാ വഴിയും തുറന്നിട്ടിരിക്കുകയാണ്. കാരണം മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ SDPIയുടെ പിന്തുണ കോൺഗ്രസിനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകൾ അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ട്രഡീഷണൽ ബേസിൽ നിന്നും ഇളക്കം തട്ടുന്നു എന്ന് കോൺഗ്രസിന് അറിയാം. അതവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഇത് പരമാവധി ഉപയോഗിക്കുമെന്നുള്ളതും ഒരു സംശയമില്ല. ഇതിൽ ബാക്ക് ഫയർ ചെയ്ത് വോട്ട് വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് കൂടി പറയാം. ബാക്ക് ഫയർ ചെയ്യുമ്പോൾ അതിൽ ഇളക്കമുണ്ടാകാൻ പോകുന്നത് ക്രിസ്ത്യൻ വോട്ട്സിലാണ്. അതായത് ഇസ്ലാമിക് ഫണ്ടമെന്റലിസത്തെ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന ഒരു ആഖ്യാനം വളരെ നന്നായി തന്നെ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞത് കൃത്യമാണ്. അത് BJP ഒന്നുമല്ല, CPM ആണ് കേരളത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ വോട്ട് വിഹിതം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പോവുകയാണ്. പിന്നെ CPMനെ കുറിച്ച് കൂടി പറയണം. കാരണം പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ 32 അംഗങ്ങളുള്ള മുനിസിപ്പാലിറ്റിയിൽ 3 അംഗങ്ങളുണ്ട് SDPIക്ക്. അതിൽ കോൺഗ്രസ് വിമതയായ ആമിന ഹൈദരാലി ജയിച്ചത് SDPI പിന്തുണയോടെയാണ് എന്ന് അവർ തന്നെ അഭിപ്രായപ്പെടുന്നതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ CPIM ആണ് ഭരിക്കുന്നത്. അന്ന് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് SDPI ആണ്. അപ്പോൾ രണ്ടുപേരും CPIMനും കോൺഗ്രസിനും മാറി മാറി SDPIയുടെ ആ ഫ്രിഞ്ച് എലമെന്റിന്റെ വോട്ട് വേണം, പിന്തുണ വേണം. അങ്ങനെ തന്നെയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂമറിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ഡിജിറ്റ്സ് ആണല്ലോ പ്രധാനം. അത്രയും വോട്ട് കിട്ടാൻ വേണ്ടി ആരുടെ വോട്ടും ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ആന്റി നാഷണൽ ആയാലും ഒരു കുഴപ്പവുമില്ല എന്ന ഒരു സ്റ്റാൻഡാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. റെഡി ഫോർ കോംപ്രമൈസ്. ജയിക്കാൻ വേണ്ടി എന്ത് കോംപ്രമൈസിനും കോൺഗ്രസ് തയ്യാറാണ്. അപ്പോൾ ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്ന് പറഞ്ഞ് SDPI വോട്ട് വാങ്ങിക്കുന്ന കോൺഗ്രസിനെ തള്ളണോ കൊള്ളണോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ കൂടി തീരുമാനിക്കണം. അമിത്ഷാ കർണാടകയിലാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ കേരളത്തിലെ ആളുകളും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്യുന്നത് നന്നായി. Meet the editors.